കഥ അവസാനിച്ചു എന്ന് പലരും വിധിയെഴുതി. ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകില്ല എന്ന് പലരും വിശ്വസിച്ചു. കാലിടറിയ നിമിഷങ്ങൾ ഓർത്തെടുത്തുകൊണ്ട് പലരും പറഞ്ഞു, കഥ ഇവിടെ അവസാനിക്കുകയാണ്, ഈയൊരു യുഗം ഇവിടെ അവസാനിക്കുന്നു. ഏതൊരു കഥക്കും രസകരമായ വിസ്മയിപ്പിക്കുന്ന ക്ലൈമാക്സ് ഉണ്ടാകും എന്ന് പറയുന്നത് പോലെ തന്നെ ഈ കഥയും അങ്ങനെ തന്നെയാണ്. വിധി എഴുതിയവരെയും തീർത്തു പറഞ്ഞവരെയും കൊണ്ട് പുകൾ പറയിച്ചൊരു കഥാന്ത്യം. ആ കഥ ഇപ്പോഴും പരിസമാപ്തി കുറിച്ചിട്ടില്ല. ആ കഥ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു രാജാവിൻ്റെ കഥയാണ്. നിർഭാഗ്യങ്ങളും ദുരന്തങ്ങളും തുടർച്ചയായി വേട്ടയാടപ്പെട്ടൊരു രാജാവിൻ്റെ കഥ. റൊസാരിയുടെ മണ്ണിൽ പിറവിയെടുത്ത് പിന്നീട് കാൽപന്ത് സിംഹാസനത്തിലെ രാജസ്ഥാനം അലങ്കരിച്ച ആ മഹാമനുഷ്യൻ്റെ കഥ. ലിയോ എന്ന് സ്നേഹത്തോടെ ഫുട്ബോൾ ലോകം വിളിക്കുന്ന ലയണൽ ആൻഡ്രസ് മെസ്സിയുടെ കഥ. ചേർത്തിപ്പറയാൻ രാജ്യത്തിനായൊരു ഇൻ്റർനാഷണൽ കിരീടമില്ലാത്ത ഒരു രാജാവായിരുന്നു അയാൾ. പോരാടിയെത്തിയ അങ്കപ്പോരിലെല്ലാം കാൽ തെന്നിവിയൽ പതിവായിരുന്നു. 2014 വേൾഡ് കപ്പിൻ്റെ ആ ഒരു ഫൈനൽ വേദിയിൽ നിന്നും പടിയിറങ്ങുന്നത് ഇന്നും ഓരോ ഫുട്ബോൾ ആരാധകരും ഓർത്തെടുക്കുന്നുണ്ട്. 2015-16 കോപ്പ അമേരിക്കയുടെ ഫൈനലിൽ നിന്നും പടിയിറങ്ങുന്നതും ആരും അത്രമേൽ മറന്നിട്ടില്ല. ഇയാൾക്കു നേരെ വിമർശനങ്ങളും ചോദ്യങ്ങളും ഏറെയായിരുന്നു. ഗോൾഡൻ ബൂട്ടിലും ബാലൻഡിയോറിലുമെല്ലാം മുൻപന്തിയിൽ നിൽക്കുന്ന ലയണൽ മെസ്സിക്ക് എന്തുകൊണ്ട് രാജ്യത്തിനായൊരു കിരീടം നേടിക്കൊടുക്കാൻ സാധിക്കുന്നില്ല? അയാളാൽ നേടിപ്പിടിച്ച ഉയരങ്ങളൊന്നും ആരും അത്രമേൽ പരിഗണിച്ചില്ല. വിമർശനങ്ങൾ നെയ്തുകൊണ്ടേയിരുന്നു. ഈ ഒരു കഥയ്ക്ക് ഇവിടെ നിന്നും ചെറിയൊരു